വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ബാഴ്സലോണയുടെ മത്സരത്തെ കുറിച്ചിട്ടാണ്. ബാഴ്സലോണ റയോ യേക്കാനോ പറയുന്ന പോലെ കുറച്ച് കാലങ്ങളായിട്ട് ബാഴ്സലോണക്ക് എപ്പോഴും നിലവാരം ഒരു ഒപ്പണൻ്റാണ് റയോ യേക്കാനോ. ചാവിയുടെയൊക്കെ ഫുൾ സീസണിൽ ആദ്യം ഏറ്റെടുത്ത ശേഷം പിന്നെ ഫുൾ സീസണിലെ ആദ്യത്തെ മത്സരം ഫാൻസ് എല്ലാവരും ഓർക്കുന്നുണ്ടാവും മിക്കവാറും. അന്ന് ഇരാളുടെ റയോ യേക്കാനൊക്കെതിരെ മാച്ച് യേക്കാനോൻ്റെ മാച്ച് അറിയാം. വളരെ ക്വിക്കായിട്ടിട്ടാണ് ഇത് അടിച്ച് കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു ടീമാണ്. അതിന് വിന്നിങ് എന്നൊന്നുമില്ല, ഒരു മിഡ് സെൻറ്റർ ഏത് രണ്ട് വിങ്ങിൽ ഏതെങ്കിലും ഒന്ന് അങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന ടീമായിരുന്നു അന്ന്. അന്ന് അന്ന് തന്നെ ബാഴ്സലോണ വളരെ സഫർ ചെയ്തിട്ടാണ് മാച്ച് അന്ന് ജയിച്ചില്ല എന്ന് മാത്രമല്ല, ചാവിൻ്റെ പേരിൽ ചാവി വന്ന സമയത്തുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര ഹൈ ആയിരുന്നു. അന്ന് ടീമൊന്ന് സെറ്റായി, പല ട്രാൻസ്ഫേഴ്സ് കുറേ നടന്നു. അപ്പോൾ ചാവിൻ്റെ പേരിൽ ലീഗിൽ അതുപോലെ ചാമ്പ്യൻസ് ലീഗൊക്കെ ടീം കുറേ മുന്നേറും എന്നുള്ള രീതിയിൽ ആ ഫസ്റ്റ് മാച്ചിന് റയോ യേക്കാനോക്കെതിരെ ബാഴ്സലോണ ഇറങ്ങിയത്. പക്ഷേ ആ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ടീമിൻ്റെ കോൺഫിഡൻസ് വരെ പോകുന്ന രീതിയിലായി എന്ന് പറയാം. ആ ഒരു അത്തരം ഒരു അറ്റാക്ക് ആണ് റയോ യേക്കാനൊക്കെ എതിരെ. അത് ഇങ്ങനത്തെ വലിയ ടീമുകൾക്കെതിരെ, ചെറിയ ടീമുകൾക്കെതിരെ അവർ പലപ്പോഴും തോൽക്കണതാണ്. ലോ ബ്ലോക്കൊക്കെ ഇട്ട് കളിക്കുന്ന ടീമുകൾക്കെതിരെ അവർ തോൽക്കണതും കാണാം. അങ്ങനെ ആദ്യം 2021 അവസാനമായിട്ട് അവർക്കെതിരെ ജയിച്ചത്. അപ്പോൾ അവരുടെ ഗ്രൗണ്ടിൽ ബാഴ്സലോണയ്ക്ക് മാച്ചായിട്ടുള്ള ഗ്രൗണ്ടിലൊക്കെ ആദ്യം 2021 ജയിച്ചത്. എത്ര കാലത്തിന് ശേഷം ഒരു ജയം കണ്ടെത്തി എന്നുള്ളതാണ് നല്ല മത്സരത്തിലെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി എന്ന് പറയാവുന്നത്. 2-1 ജയം. പെഡ്രി അതുപോലെ ഓൾമോ ആണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചത്. റിയോ യേക്കാനോക്ക് വേണ്ടി ഉനായ് ലോപ്പസും ഗോൾ കണ്ടെത്തി. മത്സരത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ തന്നെ അവരുടെ ഗ്രൗണ്ടായിരുന്നു. ഒരു അത്യാവശ്യം വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ഗ്രൗണ്ടാണ്. പക്ഷേ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എപ്പോഴും, അവിടുത്തെ ഫാൻസ് ഉണ്ടാക്കുന്ന അറ്റ്മോസ്ഫിയർ എപ്പോഴും ഒരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ ഇന്നലെ അതുപോലെ തന്നെ തുടങ്ങി. നല്ല ഫാൻസിൻ്റെ നല്ല ഷാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മത്സരം തുടക്കം മുതൽ തന്നെ യേക്കാനോൻ്റെ അറ്റാക്ക് ചെയ്യുന്നു. അത്ര വലിയ അടിച്ച് കയറി അറ്റാക്ക് ചെയ്യണമെന്ന് പ്രസ്സിംഗ് ഒന്നും ബാഴ്സലോണക്ക് ചെയ്യാൻ തന്നെ കഴിയുണ്ടായിരുന്നില്ല ആദ്യത്തെ കുറച്ച് മിനിറ്റിലൊക്കെ. 9ാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഗോൾ അടിച്ചു. അത് സത്യം പറഞ്ഞാൽ മിസ്റ്റേക്ക് ഡിഫൻസിൻ്റെ ഭാഗത്തുണ്ട്. കറക്റ്റ് ഓഫ് സൈഡ് ആണെന്ന് വിചാരിച്ചിട്ട് ഇനിഗോ മാർട്ടിനസ് റഫറിക്കാരെ കൈ കൊണ്ടിക്കണ്ട് ഓടി വരുന്നു ബോക്സിലോട്ട്. ആ മാർക്ക് ചെയ്യാനുള്ള പ്ലെയർ അവിടെ നിന്നും ചെയ്തു, ബോക്സിലോട്ട് കയറി ഒന്നും ചെയ്തു ഉനായ് ലോപ്പസ്. ആ സമയത്ത് ആരും മാർക്ക് ചെയ്യണ്ടായിരുന്നില്ല. ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചാലുണ്ടായിരുന്നില്ല, ഇനിഗോ ഉണ്ടായിരുന്നില്ല. അത് ബോക്സിൻ്റെ സൈഡ് നിയർ പോസ്റ്റ് കൂടിയാണ് ഷോട്ട് എടുത്തത് കീപ്പറിൻ്റെ. അതൊന്ന് കാല് വെച്ച് കിടക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലും ടെർ സ്റ്റെഗന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒന്ന് കിടന്ന് പിടിക്കാനുള്ള ടൈപ്പൊക്കെയാണ്, അതൊന്ന് ജസ്റ്റ് തട്ടിയിടാനുള്ളതും. പലപ്പോഴും മുമ്പ് ഡിഹേൻ്റെ ഒരു പ്രശ്നം അവസാന കാലഘട്ടത്തിലൊക്കെ ഇതായിരുന്നു. അവർ നിയർ പോസ്റ്റിലൊക്കെ ഉള്ള പല ഷോട്ടുകളും മിസ്സാക്കുക, അത് ഗോളാക്കി വിടുക എന്നുള്ളതൊക്കെ ചെയ്യുന്നത്. ടെർ സ്റ്റെഗൻ അതുപോലെ തന്നെ ഇങ്ങനത്തെ സില്ലി മിസ്റ്റേക്കുകളൊക്കെയാണ് പലപ്പോഴും, എക്സ്പെഷ്യലി മാച്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ. ചിലപ്പോൾ ഓപ്പണൻ്റൊക്കെ ഭയങ്കര ഹൈ പ്രസിങ്ങും കാര്യങ്ങളും അറ്റാക്കിങ്ങും ഒക്കെ ആയിരുന്നു മാച്ചിൻ്റെ തുടക്ക സമയത്തൊക്കെ കളിക്കുക. ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ചാൻസുകളൊക്കെ ഗോളാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മിസ്റ്റേക്ക് തന്നെയെന്ന് പറയേണ്ടി വരും. പക്ഷേ ടീം ആദ്യത്തെ മത്സരത്തെ പോലെ തന്നെ 2 ഗോളിന് തിരിച്ചടിച്ചിട്ട് ജയിച്ചാൻ കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ഹാഫിലും കാര്യമായിട്ടൊന്നും ഗോൾ കണ്ടെത്താൻ ഗോളല്ല ചാൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വലിയ മാറ്റമൊന്നും ഇല്ലാതെയാണ് ഇറങ്ങിയത്. ആകെ ജോഡി ആൽബയല്ല, ബാൾഡേക്ക് പകരം ജെറാഡ് മാർട്ടിൻ ഇറങ്ങി. മാർട്ടിനെ ഫ്ലിക്ക് എന്തായാലും വിശ്വസിക്കേണ്ട, ടീമിൽ കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നോക്കേണ്ടതെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഉറപ്പായി. ബാൾഡേ കഴിഞ്ഞ മത്സരത്തിൽ ചെറിയൊരു ബ്ലോ ഉണ്ടായിരുന്നു, പരിക്ക് പോലെ ഉണ്ടായിരുന്നു. പരിക്കെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു നോക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതിന് പകരം ഏതായാലും റിസ്ക് എടുക്കേണ്ട എന്നുള്ള രീതിയിൽ, ഫുൾ ടൈം കളിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ ജെറാഡ് മാർട്ടിനാണ് ഫസ്റ്റ് 11 എത്തിയത്. കുറച്ചും കൂടി ഒരു ഹൈറ്റും കുറച്ചൊരു ഫിസിക്കലും കുറച്ചും ഡിഫെൻസീവായിട്ട് കളിക്കുന്ന പ്ലെയറാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാവും ചിലപ്പോൾ ഫ്ലിക്ക് ബാൾഡേ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഓപ്ഷനാണ്, ജെറാഡ് മാർട്ടിൻ ഡിഫെൻസീവ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ആവും ചിലപ്പോൾ ഫ്ലിക്ക് കാണുന്നുണ്ടാവുക ടീമിനെ. ആ ഒരു മാറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫെറാൻ ടോറസ് ഫസ്റ്റ് 11 ഉണ്ടായിരുന്നു. ഇന്നലെ ആരെങ്കിലും കുറച്ചൊന്ന് മോശമായി കളിച്ചു എന്ന് പറയാം. ഫസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാവരും മോശമായിരുന്നു. പക്ഷേ കുറച്ച് ആരെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഫോമിൽ അല്ലാതെ ടീമിലുണ്ട് എന്ന് പറയാനാണെങ്കിൽ അതിപ്പോൾ ഫെറാൻ ടോറസ് മാത്രമാണ്. കാര്യം ഫസ്റ്റ് 11 ഇട്ടുകൊണ്ടുള്ള ഒരു ഉപകാരം ഒന്ന് തരത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവാം. കാരണം പരിക്കുണ്ടാവില്ല, അത്യാവശ്യം നല്ല ഫിസിക്കലാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രഷറൊക്കെ കൊടുക്കാൻ, ഒപ്പണൻസിനെ കുറച്ച് പ്രഷറൊക്കെ കൊടുത്ത് കളിക്കാനും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തരത്തിന് ഉപയോഗിക്കുക എന്നുള്ളതുകൊണ്ടാവും ചിലപ്പോൾ ഫ്ലിക്ക് എടുക്കുന്നത്. ഒരു ഔട്ട്പുട്ടൊന്നും കാര്യമായിട്ട് വരുന്നില്ല കാര്യത്തിൻ്റെ അടുത്ത് നിന്ന്. പാസ്സായാലും പ്രസ് ഒഴുകി പാസ്സായാലും ഗോൾ സ്കോറിങ് അസിസ്റ്റ് ചാൻസ് ക്രിയേഷൻ അങ്ങനെയൊന്നും തരത്തിന് പലപ്പോഴും വരുന്നില്ല. പക്ഷേ ഇതെന്താ വെച്ചാൽ അതിനെ കുറച്ച് ഫിസിക്കലാണ്, കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കളിക്കാൻ പറ്റുന്നുണ്ടാവും ആദ്യത്തെ കുറച്ച് മിനിറ്റിലൊക്കെ, ഫസ്റ്റ് ഹാഫിൽ ഓൾമോസ്റ്റ്.
സ്ട്രക്ചർ കീപ്പ് ചെയ്യാനും അതിനൊക്കെ ചിലപ്പോൾ സഹായിക്കുന്ന രീതിയിലാവും ചിലപ്പോൾ ഫെറാൻ ടോറസിനെ ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷേ ഓൾമോ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ എങ്ങനെ അടുത്ത മത്സരം മുതൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം. 30 മിനിറ്റിൽ ബാഴ്സലോണ ഗോൾ അടിച്ച ശേഷം പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ശേഷം പിന്നെ നല്ല മാറ്റമുണ്ടായി. ബാൾഡെ വന്നു. ബാൾഡെ വന്ന ശേഷം കുറച്ചൊക്കെ കഴിഞ്ഞ മാച്ചിലൊക്കെ തരം കളിച്ച പോലെ തന്നെ നന്നായി കയറി പോയി പാസ് കൊടുക്കണ്ടായിരുന്നു. പലപ്പോഴും വിങ്ങിലൂടെ കയറി മിഡിലോട്ട് പാസ് കൊടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ താരത്തിന് കയ്യിലുണ്ടായിരുന്നു. ഇത് അറ്റാക്കിനെ വളരെ നന്നായി സ്വാധീനിക്കുന്നതാണ് ഈ ബാൾഡിൻ്റെ വരവ്. കാര്യം അവർക്ക് ടീം ബാഴ്സലോണ കോർണർ കിട്ടുമ്പോഴും അവിടെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് സ്പീഡി ആയിട്ടുള്ള ബാൾഡെയാണ്. അപ്പോൾ ടീമിനെ പലതരത്തിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ബാൾഡിൻ്റെ വരവ്. പിന്നെ അതുപോലെ എടുത്തു പറഞ്ഞു പിന്നെ ലെവൻഡോസ്കിൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞിട്ട് ബാഴ്സലോണ നല്ല ഇൻറ്റൻസിറ്റിയോടെയാണ് തന്നെ കളിച്ചു വന്നത്. ആ സമയത്ത് റഫീനൻ്റെ ഒരു കിടിലൻ ക്രോസ് ബോക്സിൻ്റെ ഉള്ളത് നല്ലൊരു ക്രോസ് ആയിരുന്നു പോസ്റ്റിൻ്റെ മുന്നിലോട്ട് വെച്ച് കൊടുത്തത്. അത് ലെവൻഡോസ്കി സ്ലൈഡ് ചെയ്തു, പക്ഷേ അതെങ്ങനെ മിസ്സായി എന്നുള്ളത് ലെവൻഡോസ്കി തന്നെ ഇപ്പോൾ നോക്കുന്നുണ്ടാവും. അത്ര ഒരു ഓപ്പൺ ചാൻസ് അത് മിസ്സാക്കി കളഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ അതുപോലെ തന്നെ പലപ്പോഴും താരം കുറേ ചാൻസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയും, പക്ഷേ ഇതുപോലുള്ള സിമ്പിൾ ചാൻസുകളൊക്കെ മിസ് ചെയ്യണത് പലപ്പോഴും ടീമിന് അത്ര നല്ലതാവില്ല. ഒരു പ്രത്യേകിച്ച് വലിയ മാച്ചിലോട്ട് ചാമ്പ്യൻസ് ലീഗ് മാച്ചിലോട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഓരോ ചെറിയ ചാൻസ് മിസ് ചെയ്യുന്നതൊക്കെ ആവും മാച്ച് കില്ല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കളയാം. അതുപോലെ ഏതായാലും സെക്കൻഡ് ഹാഫിൽ മിസ്സിന് ശേഷം പിന്നെ 60-ാമത്തെ മിനിറ്റിൽ പെഡ്രിയുടെ ഗോൾ വന്നു. നല്ലൊരു മൂവ്മെൻറ്റ്. പെഡ്രി തന്നെ റഫീനയ്ക്ക് ബോൾ കൊടുത്ത് ബോക്സിലോട്ട് ഓടി കയറി സ്കോറിങ് പൊസിഷനിലോട്ട് വന്ന് കറക്റ്റ് ഏകദേശം പോസ്റ്റിൻ്റെ സെൻട്രലായിട്ട് തന്നെ ബോക്സിൻ്റെ നടുവിലായിട്ട് തന്നെ ഉണ്ടായിരുന്നു. റഫീനെ പാസ് തിരിച്ചു കൊടുത്തു, നേരെ അത് നന്നായി സ്കോർ ചെയ്യുകയും ചെയ്തു. അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റാണ് പലപ്പോഴും പെഡ്രിൻ്റെ അടുത്ത് നിൽക്കുക. മാച്ച് തുടങ്ങിയ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെഡ്രി പലപ്പോഴും മിഡിൽ ഡബിൾ പിവറ്റാണല്ലോ പെരുന്നാളും പെഡ്രി മിഡിൽ കളിക്കുന്ന സമയത്ത് പെഡ്രി ഭയങ്കര ലോ ആയിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. താഴോട്ട് ആ ഒരു ഡി എം പൊസിഷൻ, അതുപോലെ മുന്നോട്ട് കയറുന്നില്ല. അറ്റാക്കിംഗ് ആയിട്ട് റഫീന ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അറ്റാക്കിംഗ് പൊസിഷനിലോട്ട് കയറുണ്ടായിരുന്നില്ല. ബോക്സിൻ്റെ അടുത്തോട്ട് അങ്ങോട്ടൊന്നും കയറുണ്ടായിരുന്നില്ല. കുഴപ്പം അപ്പം ഇങ്ങനെ ഡീപ്പായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ടീമിനെ ആ മാച്ച് കാണുമ്പോൾ തന്നെ അറിയുന്നു. ആ ഒരു ടീമിന് ഫ്ലോ വരാതിരിക്കുക, പ്രസ്സിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അറ്റാക്കിങ്ങിൽ പലപ്പോഴും പെഡ്രി മുന്നോട്ട് കയറാത്ത ടീമിനെ ഭയങ്കരമായിട്ട് ഫൈനൽ തേർഡിലൊക്കെ ചാൻസ് ക്രിയേഷനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലുള്ളത് ഓരോ മൂവ്മെൻറ്റും പല മൂവ്മെൻറ്റും എല്ലാം മിഡിലൂടെ ആവും പോകണത്. റഫീന, പെഡ്രി അങ്ങനെയൊക്കെ പാസ് ഇട്ട് പോയി, പക്ഷേ പിന്നെ അത് നേരെ വിങ്ങിലോട്ട് തന്നെ പാസ് ഇട്ട് കൊടുത്ത് വിങ്ങിൽ ഫെറാനോ അല്ലെങ്കിൽ പിന്നെ റഫീന വിങ്ങിലോട്ട് ഇപ്പോൾ റഫീനക്കോ അല്ലെങ്കിൽ ലമീനോ തന്നെ പാസ് കൊടുക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മിഡിലൂടെ പലപ്പോഴും അവിടുത്തെ ത്രൂ ബോളോ ലെവൻഡോസ്കിനെ നേരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കണില്ല എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമാണ്. കാര്യം ഇപ്പോഴും വിങ്ങിലൂടെ മാത്രം കളിക്കേണ്ട ആവശ്യമില്ലല്ലോ, മിഡിലൂടെയും കളിക്കാമല്ലോ അറ്റാക്ക് കയറി വന്നിട്ട്. പിന്നെ ഇപ്പോൾ ലെവൻഡോസ്കിനെ ആ സമയത്ത് അറ്റാക്ക് ചെയ്ത് വരുന്ന സമയത്ത് ലെവൻഡോസ്കിനെ ഒരു കണ്ടെത്താൻ അവിടുന്ന് പലപ്പോഴും ടീം ശ്രമിക്കണില്ല എന്നുള്ളതാണ്. പലപ്പോഴും കണ്ടെത്തിയിട്ട് ചിലപ്പോൾ കുണ്ടൊക്കെ കയറി വരും, മിഡിലോട്ട് പാസ് അതിലൂടെ കയറി വന്നിട്ട് നേരെ പാസ് കൊടുക്കുന്നത് നേരെ വിങ്ങിലോട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഫ്ലിക്ക് ചിലപ്പോൾ ലെമീനെ കൂടുതലായിട്ട് ഉപയോഗിക്കാനോ അങ്ങനെയുള്ളത് പറഞ്ഞിട്ട് അങ്ങനത്തെ ടാക്ടിക്സ് ആകുമ്പോൾ നോക്കുന്നത്. പക്ഷേ എപ്പോഴും കൂടുതലായിട്ട് അങ്ങനെ വിങ്ങിലോട്ട് മാത്രം കൊടുക്കേണ്ട, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലും പിന്നെ സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിലോ കുറച്ച് സമയത്തൊക്കെ അങ്ങനത്തെ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. പിന്നെ ഓൾമോ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്നില്ല. സബ്സ്റ്റിറ്റ്യൂട്ടുള്ള കാര്യം പറയണം, കാര്യമായിട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ടുകളെ ഫ്ലിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ല ബെഞ്ച് സ്ട്രെങ്ത് അത്ര ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം, പക്ഷേ 2 പ്ലേയേഴ്സിനെ മാത്രമേ ഫ്ലിക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്. 2 അല്ല 4 പേര് ഉപയോഗിച്ചു, പക്ഷേ കൂടുതൽ സമയം കളിച്ചത് ബാക്കി 2 പേര് അവസാനത്തെ സമയത്താണ് വന്നത്. ആദ്യം ബാൾഡെ വന്നു സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ, പിന്നെ ഓൾമോ വന്നു ഫെറാനോ പകരം. അതോടെ തന്നെ ടീമിൻ്റെ ഒരു കളി തന്നെ മാറി എന്ന് പറയാം. കൂടുതൽ അറ്റാക്കിംഗ് മൈൻഡഡ് ആയി. പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയാനുള്ളത് ഫെറാൻ്റെ അടുത്ത് നിന്ന് ഓൾമോക്കുള്ള ഡ്രിബ്ലിംഗ് കേപ്പബിലിറ്റിയാണ്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കൗണ്ടർ തുടങ്ങുന്ന സമയത്ത് ഓൾമോക്ക് ബോൾട്ടികൾ ഓൾമോ കൂളായിട്ട് 1-2 പേര് ഡ്രിബിൾ ചെയ്തിട്ട് ബോൾ മുന്നിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത് ആ ടീമിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യണമായിട്ട് തോന്നി. പല സമയത്തും അറ്റാക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ അവരുടെ നല്ല പ്രസ് വരുന്നുണ്ട് റേ വെക്കാൻ വേണ്ടി. ഇപ്പോൾ ഫെറാനാണെങ്കിൽ ജസ്റ്റ് ബോൾ മുന്നോട്ടിട്ട് ഓടാനൊക്കെ നോക്കണം, പക്ഷേ ഓൾമോ ആണെങ്കിൽ കറക്റ്റ് ഡ്രിബിൾ ചെയ്ത് 1-2 പേര് ഡ്രിബിൾ ചെയ്ത് സ്പേസ് ഉണ്ടാക്കി മുന്നോട്ട് പാസ് കൊടുക്കുന്നത് നല്ല അറ്റാക്കിങ്ങിന് കൂടുതൽ ഹെൽപ്പ് ചെയ്യണമായിട്ട് തോന്നിയിരുന്നു. പിന്നെ അത് 82-ാമത്തെ മിനിറ്റിൽ ബാൾഡെ അല്ല ലെമീൻ ബോക്സിലോട്ട് കയറിയിട്ട് ഓൾമോ കൊടുത്ത് ഓൾമോ കറക്റ്റ് ഒന്ന് ഗോൾ ചെയ്തിട്ടു. അത് സിമ്പിളൊരു ഗോൾ ആയിരുന്നു, നല്ല ആംഗിൾ കിട്ടി, നേരെ ഗോൾ ചെയ്തിട്ടു. പിന്നെ എടുത്ത് പറയുള്ളത് ഇന്നലെ പിന്നെ വന്ന ഇഞ്ചുറിയാണ് ബെർണാളിൻ്റെ. മാച്ചിൽ 10 മിനിറ്റൊക്കെയാണ് എക്സ്ട്രാ ടൈം കൊടുത്തത്. അപ്പോൾ ഓൾമോൻ്റെ ഫസ്റ്റ് ടച്ചിൽ തന്നെ മാച്ചിൽ സബ്സ്റ്റിറ്റ്യൂട്ടറിന് ഫസ്റ്റ് ടച്ചിൽ തന്നെ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, അത് തന്നില്ല, അത് ബാഴ്സലോണ കൊടുത്തില്ല പെനാൽറ്റി, എടുത്ത് പറയണം. പിന്നെ 10 മിനിറ്റൊക്കെയാണ് എക്സ്ട്രാ ടൈം കൊടുത്തത്. എക്സ്ട്രാ ടൈമിൻ്റെ ആ സമയത്തൊക്കെയാണ് ഏകദേശം ബെർണാൾ ഇഞ്ചുറി ആയി കയറി പോകുന്നത് അവസാനത്തെ സമയമൊക്കെ ആയപ്പോൾ. മാച്ച് അത്രയും കളിച്ചിട്ട് ഒന്നും കുഴപ്പമില്ലാതെ, പക്ഷേ അവസാനത്തെ സമയം
അത് ഒരു ഫാൻസിന് അത്ര നന്നായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ടീമിന് അതുപോലെ തന്നെ കാര്യം കഴിഞ്ഞ 3 മത്സരത്തിലും ടീമിൻ്റെ ഏറ്റവും ബാക്ക് ബോണായ പിവട്ട് പൊസിഷനിൽ തന്നെ ഡബിൾ പിവട്ട് ആണെങ്കിലും ഒരു ഡിഫെൻസീവ്ലി കളി നിൽക്കുന്ന പിവട്ട് എന്നുള്ള രീതിയിൽ ബെർണാൾ നല്ലൊരു പ്രകടനം തന്നെയാണ് ഇന്നലെയും കാഴ്ചവെച്ചത്. പാസ് കണ്ടെത്താൻ അതുപോലെ തന്നെ പ്രഷർ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഫ്രണ്ടിലോട്ട് ബുസ്കറ്റ്സിനെ പോലെ ഒന്നും അങ്ങനെ പ്രസ് ബീറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് തന്നെ പാസ് കൊടുക്കുക അങ്ങനെയൊന്നും കഴിയണില്ല. പക്ഷേ തരത്തിലുള്ള എബിലിറ്റി വെച്ച് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. നല്ല ബോൾ റൊട്ടേഷൻ ഉണ്ട്, നല്ല രീതിയിൽ ബോൾ റൊട്ടേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാച്ച് മുതൽ കസാഡോ അല്ലെങ്കിൽ പൗപ്രമാരെയാണ് ഫ്ലിക്ക് ഉപയോഗിക്കാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ഡിയോങ് വരുന്നത് വരെ എന്തായാലും ആ പൊസിഷനിൽ ബാഴ്സലോണക്ക് കൺസേൺ ഉണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ വേറെ അങ്ങനെ ഡിഫെൻസീവായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഇനി ആരെങ്കിലും ടീം പുതിയതായിട്ട് കണ്ടെത്തുമോ? ഇപ്പോൾ ഡിഫെൻസീവിൻ്റെ അല്ല, സെൻറ്റർ ബാക്ക് തന്നെ ടീമിന് പ്ലേയേഴ്സ് ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. ഇനിഗോ മാർട്ടീനസും അതുപോലെ പാവു കുബാർസിയാണുള്ളത്. ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും ലോക്കോ സൈറ്റിലുള്ള റൈറ്റ് ബാക്കിനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ജൂൾസ് കൊണ്ടിനെ സെൻറ്ററിലോട്ട് മാറ്റണം ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്ന കാര്യം. വേറെ ഏതെങ്കിലും ലോ കോസ്റ്റ് ഓപ്ഷനെ സെൻട്രൽ ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് അത് ടീമിനും കൂടുതൽ പണിയാവും. അതുകൊണ്ട് റൈറ്റ് ബാക്ക് ആരെങ്കിലുമൊക്കെ ടീമിലോട്ട് കൊണ്ടുവന്നിട്ട് അൽമേരിൻ്റെ റൈറ്റ് ബാക്കിനെ കുറിച്ച് പറഞ്ഞേക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെയാണെങ്കിൽ ജൂൾസ് കൊണ്ടൊക്കെ സെൻറ്റർ ബാക്ക് കൂടുതൽ കളിക്കണതാവും ടീമിനൊന്നും കൂടി നന്നാവുകയെന്ന് തോന്നുന്നുണ്ട്. ലെഫ്റ്റ് ബാക്ക് അതുപോലെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അത് വയ്യെ പോകുന്ന കേൾക്കണം, അലക്സ് വയ്യെ പോകുന്ന കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ജെറാർഡ് മാർട്ടിൻ തന്നെ ആവും. അലക്സ് വയ്യെ ആക്ച്വലി ഇതായിട്ടുണ്ട് സെൽറ്റിക്കിലോട്ട്. ബാൾഡെ പരിക്കില്ലാതെ പോട്ടെ എന്നുള്ളത്. അത് യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രശ്നം അതാണ്. ഇപ്പോൾ അത്ര പരിക്ക് വരില്ല എന്ന് വിശ്വസിക്കാൻ പറ്റിയ ഇപ്പോൾ ഈ പറഞ്ഞ ഇനോഗോ മാർട്ടിനസ് വരെ ടീമിലുള്ള ഇനോഗോ മാർട്ടിനസിനെ വരെ ഇഞ്ചുറി ഹിസ്റ്ററിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം. കളത്തിലുണ്ടെങ്കിൽ എല്ലാ ടീമെല്ലാം സെറ്റാണ്. പക്ഷേ ഇപ്പോൾ ഡാനി ഓൾമോ ആയാലും ടീമിൻ്റെ ആദ്യത്തെ 3 മാച്ച് ജയിച്ചെങ്കിലും ബാക്കിയുള്ള സീസണിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പിന്നെ അതുപോലെ ഓൾമോ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ച്. നല്ല ഇറങ്ങിയ ശേഷം മാച്ച് മൊത്തം മാറ്റി തന്നെ പറയാം. മാച്ചിൻ്റെ ഡൈനാമിക്സിനെ മാറ്റി. പിന്നെ ലാമീൻ്റെ കാര്യമാണ് എടുത്ത് പറയാനുള്ളത്. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നേരത്തെ നോർമൽ കളി തന്നെ അറിയാം. ആദ്യം മുതൽ അവസാനം വരെ ഡ്രിബിൾ ചെയ്ത് ചാൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്രോസ് ആയാലും ഷോട്ട് ഉണ്ടായിരുന്നു, ടിപ്പിക്കലായിട്ടുള്ള ഷോട്ടുകളൊക്കെ വന്നിരുന്നു. നല്ല രീതിയിൽ തന്നെ കളിച്ചു. ഇത്രയൊക്കെയാണ് ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തായാലും 3 മാച്ച് കഴിഞ്ഞു. അടുത്ത ഈ വീക്കിന് റയലിൻ്റെ മാച്ച് ഉണ്ട്. പിന്നെ ഇനി ബാഴ്സലോണൻ്റെ അടുത്ത മാച്ച് വരാനുള്ളത് ഇനി ഈ വീക്കെൻഡിൽ ഉണ്ടാവും അടുത്ത മാച്ച്. അപ്പോൾ എന്താവും എന്നുള്ളത് നോക്കി കാണാം. അപ്പോൾ ശരി, പോഡ്കാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.